ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് ഒരു 5 സെക്കൻഡ്സ് പറയുന്നത് കേട്ടിട്ട് വീഡിയോയിലേക്ക് പോവുക. ദൈനംദിന ജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനും അതുപോലെ തന്നെ UPSC ഫയർമാൻ പോലുള്ള എക്സാമുകൾക്കുമൊക്കെ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. PSC ബുള്ളറ്റിനിൽ നിന്നും തൊഴിൽ വാർത്തയിൽ നിന്നും അതുപോലെ SCRT ബുക്കുകളിൽ നിന്നും മറ്റ് റാങ്ക് ഫയലിൽ നിന്നുമൊക്കെ കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓപ്ഷൻസ് ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നതെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു വീഡിയോ ക്ലാസ് ആയിരിക്കും, ഒരു കംപ്ലീറ്റ് വീഡിയോ ക്ലാസ് ആയിരിക്കും ഇത്. നമുക്ക് നോക്കാം. നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറം നൽകാൻ പല രീതിയിലുള്ള രാസവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ടാട്രാസിൻ അത് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നതാണ്. എറിത്രോസിൻ ആ എറിത്രോ എന്നുള്ള പേരിൽ നിന്ന് തന്നെയുണ്ട്, ചുവപ്പാണ്. ഇൻഡിഗോ കാർമൈൻ അത് നീല നിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ഈ രാസവസ്തുക്കളുടെ പേരുകൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്റീവായി ചേർക്കുന്നത് സാലിസിലിക് ആസിഡാണ്. ബെൻസോയിക് ആസിഡ്, സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് ഇതാണ് പ്രിസർവേറ്റീവായിട്ട് ടൂത്ത് പേസ്റ്റിൽ ചേർക്കുന്നത്. ഗ്യാസോലിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? പെട്രോളാണ്. ഗ്യാസോലിൻ എന്നറിയപ്പെടുന്നത് പെട്രോളാണ്. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ അയാൾക്ക് ഉപകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കെമിസ്ട്രിയാണ് നമ്മളിവിടെ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഓരോന്നും ശ്രദ്ധിച്ച് കേൾക്കുക, 2 തവണയെങ്കിലും വായിക്കുക. പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ പ്രൊപ്പൈനും ബ്യൂട്ടൈനും. നമ്മുടെ വീട്ടിലെ പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങളാണ് പ്രൊപ്പൈനും ബ്യൂട്ടൈനും. എനിക്ക് തോന്നുന്നു PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണിത്. പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ് പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ. ഗ്യാസ് സിലിണ്ടറുകളിൽ പാചകവാതകത്തിന് ചോർച്ച അറിയാനായിട്ട് ചേർക്കുന്ന വാതകമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. അത് എഥൻ എഥിയോൾ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടറുകളിൽ പാചകവാതകത്തിൻ്റെ ചോർച്ച അറിയാനായിട്ട് നമ്മൾ ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നു. അപ്പോഴാണ് ആ ഒരു സ്മെല്ല് നമുക്ക് അറിയാൻ കഴിയുന്നത്. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങളാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. വെടിമരുന്ന് ഉപയോഗിക്കുമ്പോൾ പച്ച നിറം ലഭിക്കാൻ ചേർക്കുന്ന മൂലകമാണ് ബേരിയം. വെടിമരുന്ന് ഉപയോഗിക്കുമ്പോൾ പച്ച നിറം ലഭിക്കാൻ ചേർക്കുന്ന മൂലകമാണ് ബേരിയം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ വെടിമരുന്ന് ഉപയോഗിക്കുമ്പോൾ പച്ച നിറം ലഭിക്കാൻ ചേർക്കുന്ന ബേരിയം എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഈ ഒരു ടോപ്പിക്കിലെ ബുള്ളറ്റിനിലുണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ്. കൃത്രിമ അഗ്നിപർവ്വതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അമോണിയം ഡൈക്രോമേറ്റ് ആണ്. അമോണിയം ഡൈക്രോമേറ്റ്. കൃത്രിമ അഗ്നിപർവ്വതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അമോണിയം ഡൈക്രോമേറ്റ് ആണ്. ബാത്തിങ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ബാത്തിങ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അതിന് വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡുമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാനുള്ളൊരു കോഡാണ് ശരിക്കും ബാപ്പു ആൻഡ് വാസു. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ബാപ്പു ആൻഡ് വാസു എന്ന് ഓർത്താൽ മതി. ബാത്തിങ് സോപ്പിലാണെങ്കിൽ പൊട്ടാസ്യം, അപ്പോൾ ബാപ്പു. വാഷിംഗ് സോപ്പിലാണെങ്കിൽ സോഡിയം, വാസു, അങ്ങനെ ഓർത്താൽ മതി. ബാപ്പു ആൻഡ് വാസു. ബാത്തിങ് സോപ്പിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അതുപോലെ വാഷിംഗ് സോപ്പിലാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്ന പ്രോസസ്സാണ്. സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്ന പ്രക്രിയ. അതിൽ നമ്മൾ ചേർക്കുന്നത് സോഡിയം ക്ലോറൈഡാണ്. ഉപ്പാണ് നമ്മൾ ചേർത്തിട്ട് ഗ്ലിസറിനിൽ നിന്നും ഈ സോപ്പിനെ വേർതിരിക്കുന്നത്. ഡിറ്റർജൻറ്റ് എന്തിൻ്റെ ലവണമാണ്? സൾഫോണിക് ആസിഡിൻ്റെ ലവണമാണ് ഡിറ്റർജൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റുകൾ സൾഫോണിക് ആസിഡിൻ്റെ ലവണമാണ്. ഇനി ISI മാനദണ്ഡം അനുസരിച്ച് സോപ്പുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM എത്രയാണ്? അത് ടോട്ടൽ ഫാറ്റ് മാറ്ററാണ്. ഒരു സോപ്പിനകത്ത് അടങ്ങിയിരിക്കുന്ന ടോട്ടൽ ഫാറ്റ് മാറ്ററാണ് TFM എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ഗ്രേഡ് സോപ്പിലാണെങ്കിൽ 76%, സെക്കൻഡ് ഗ്രേഡ് സോപ്പിലാണെങ്കിൽ 70%, മൂന്നാം ഗ്രേഡ് തേർഡ് ഗ്രേഡിലാണെങ്കിൽ 60%. 76, 70, 60 എന്നുള്ള ഈ ഒരു കണക്ക് ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ടേബിൾ ഷുഗർ, ബീറ്റ് ഷുഗർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് സൂക്രോസ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ടേബിൾ ഷുഗർ, ബീറ്റ് ഷുഗർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് സൂക്രോസ് ആണ്. അതുപോലെ
കരിമ്പ് നമുക്കതിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ നോക്കുകയാണ്. കരിമ്പിൽ സൂക്രോസാണ് അടങ്ങിയിരിക്കുന്നത്, തേനിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും, അതുപോലെ പഴങ്ങളിൽ ഫ്രക്ടോസാണ് അടങ്ങിയിരിക്കുന്നത്, ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ്, പാലാവുമ്പോൾ ലാക്ടോസാണ് അടങ്ങിയിരിക്കുന്നത്, ലാക്ടോസ് ഷുഗറാണ് പാലിൽ. പിന്നെ ബാർലി പോലുള്ള ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് അന്നജം, അതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് മാൾട്ടോസ് ഷുഗറാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഷുഗർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്. നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസ്, നമ്മൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഷുഗർ എന്ന് പറയുന്നത് ശരിക്കും ഗ്ലൂക്കോസാണ്. കൃത്രിമ പഞ്ചസാരകൾക്ക് ഉദാഹരണമാണ് സാക്കറിൻ, എസ്പാർട്ടൈൻ, സൂക്രലോസ് ഒക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാക്കറിൻ, എസ്പാർട്ടൈൻ, അതുപോലെ സൂക്രലോസ്. സാക്കറിൻ എന്ന് പറഞ്ഞാൽ പഞ്ചസാരയെക്കാട്ടിലും 200 ഇരട്ടി അധികം മധുരമുള്ളതാണ്. അസ്പാർട്ടൈം അതുപോലെ 300 ഇരട്ടി അധികം മധുരമുള്ളതാണ്. സൂക്രലോസ് ആണെങ്കിൽ 600 ഇരട്ടി മധുരമാണ് ഉള്ളത് പഞ്ചസാരയെക്കാട്ടിലും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പ്രമേഹ രോഗി പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുരപദാർത്ഥമാണ് അസ്പാർട്ടൈം നമുക്കറിയാം 300 ഇരട്ടി മധുരമാണ് കൊടുക്കുന്നത്. പ്രമേഹ രോഗി പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുരപദാർത്ഥമാണ് അസ്പാർട്ടൈം. മജീഷ്യൻസും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. സ്വിച്ച്, വൈദ്യുത ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് കൂടിയാണ് ബേക്കലൈറ്റ്. ഇപ്പോൾ സ്വിച്ചും അതുപോലെ നമ്മുടെ വീട്ടിലെ വൈദ്യുതോപകരണങ്ങൾ, നമ്മളുടെ കുക്കറിൻ്റെ ആ ഒരു പിടി, അതൊക്കെ ശരിക്കും ബേക്കലൈറ്റാണ്. ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ്. ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ പോളിയെത്തിലീൻ എന്നറിയപ്പെടുന്ന പോളിയെത്തിലീനാണ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണെന്ന്? അത് ആർഗോൺ വാതകമാണ് ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്നത്. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ്? ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബ്ലീച്ചിങ് പൗഡറായിട്ട് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ടാൽക്കം പൗഡർ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. ടാൽക്കം പൗഡർ രാസപരമായിട്ട് എന്താണ്? ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് ടാൽക്കം പൗഡർ. വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറ കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തമുണ്ട്. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറ കളയാൻ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തമാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. അലക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകാൻ ഉപയോഗിക്കുന്ന അലുമിനിയത്തിൻ്റെ ഒരു ധാതുവുണ്ട്, അതാണ് ലാപ്പിസ് ലസൂലി. അലക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകാൻ ഉപയോഗിക്കുന്ന അലുമിനിയത്തിൻ്റെ ധാതുവാണ് ലാപ്പിസ് ലസൂലി. തുണിത്തരങ്ങളിൽ ചായം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മോർഡൻറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. തുണിത്തരങ്ങളിൽ ചായം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് മോർഡൻറ്റുകൾ എന്നാണ്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത് ഏത് തരം മാറ്റത്തിന് ഉദാഹരണമാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതുമാണ്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. കാരണം നമുക്കത് ഒരു റിവേഴ്സിബിൾ ആയിട്ടില്ല, നമുക്ക് തിരിച്ച് വീണ്ടും അതുപോലെ തന്നെ ആക്കാവുന്നത് കൊണ്ട് അതൊരു ഭൗതിക മാറ്റമാണ്. വിറക് കത്തിച്ച് ചാരമാവുന്നത് ഏത് തരം മാറ്റമാണ്? രാസമാറ്റമാണ്. കാരണം പിന്നീട് ആ ചാരത്തെ തിരിച്ച് വിറകാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ചുവരിൽ പൊടി പിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ചുവരിൽ പൊടി പിടിക്കുന്നത് എന്ത് പ്രതിഭാസത്തിന് ഉദാഹരണമാണ്? അതിശോഷണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്തെടുക്കുന്നതാണ്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രതലത്തിൽ മാത്രം മറ്റൊരു സബ്സ്റ്റൻസ് പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചുവരിൽ പൊടി പിടിക്കുന്നത് അഡ്സോർപ്ഷന് ഉദാഹരണമാണ്. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന 2 ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. അലക്കുകാരം എന്നറിയപ്പെടുന്നത് എന്താണ്? സോഡിയം കാർബണേറ്റ് ആണ്. അപ്പക്കാരം എന്നറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. ബേക്കിംഗ് സോഡയാണ് സോഡിയം ബൈകാർബണേറ്റ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരം. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കുന്ന ഒരു ശുദ്ധീകരണ മാർഗ്ഗം ഏതാണ്? ഡിസ്റ്റിലേഷൻ. സൗദി അറേബ്യ പോലുള്ള അങ്ങനെയുള്ള കൺട്രികളിലൊക്കെ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് അവർ ജലത്തിൻ്റെ ആ ഒരു കാഠിന്യം മാറ്റി കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാനുള്ള ശുദ്ധീകരണ മാർഗ്ഗമാണ് ഡിസ്റ്റിലേഷൻ.
സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു പലവട്ടം ബി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തുവാണ് ട്രൈലെഡ് ടെട്രോക്സൈഡ്. ട്രൈലെഡ് ടെട്രോക്സൈഡ് ആണ് സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ. എന്തുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഇമ്പോർട്ടൻസ് ഉള്ളത്? നമ്മൾ നമ്മുടെ വീട്ടിൽ കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് സർജിക്കൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ഇരുമ്പ്, ക്രോമിയം, നിക്കൽ. ഇരുമ്പ്, ക്രോമിയം, നിക്കൽ. എന്തായാലും ഇരുമ്പുണ്ടാവും സ്റ്റീലിൽ, ബാക്കി ക്രോമിയവും നിക്കലും ഒന്ന് ഓർത്താൽ മതി. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ക്രോമിയവും നിക്കലും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൗഡർ, അതുപോലെ ക്രീം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് സംയുക്തം ഏതാണ്? സിങ്ക് ഓക്സൈഡാണ്. പൗഡർ, അതുപോലെ ക്രീം, പെയിൻറ്റിലും ഒക്കെ ഉണ്ട് കേട്ടോ സിങ്ക് ഓക്സൈഡ്. പൗഡർ, ക്രീം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് സംയുക്തമാണ് സിങ്ക് ഓക്സൈഡ്. ഇനി നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്വർണ്ണം, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ്. ആഭരണങ്ങൾ നമ്മൾ പണിയുന്നത് 22 ക്യാരറ്റ് സ്വർണ്ണം, 916 ഗോൾഡ് എന്നറിയപ്പെടുന്ന 22 ക്യാരറ്റ് സ്വർണ്ണമാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ 91.6% ഗോൾഡ് അതിനകത്ത് ഉണ്ടാവും. ഇനി റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ പണിയാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് അലുമിനിയവും ചെമ്പും. അലുമിനിയവും ചെമ്പും ഉപയോഗിച്ചാണ് റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. ഇനി ഷൂ പോളിഷ്, അതുപോലെ അച്ചടി മഷി, ചെരുപ്പ് ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറിൽ ഉപയോഗിക്കുന്ന ഒരു ഫില്ലറായിട്ട് ഉപയോഗിക്കുന്ന കാർബൺ ഏതാണെന്നാണ് ചോദ്യം. അത് വിളക്ക് കരി എന്നറിയപ്പെടുന്നു. ലാംപ് ബ്ലാക്ക്, കാർബൺ ബ്ലാക്ക് എന്നൊക്കെ അറിയപ്പെടുന്നു. വിളക്ക് കരിയാണ്, വിളക്ക് കരി. ഈ പഞ്ചസാര കരി, അതുപോലെ വിളക്ക് കരി, വുഡ് ചാർക്കോൾ, മരക്കരിയൊക്കെ ഉണ്ട്. അതിൽ വിളക്ക് കരി, ലാംപ് ബ്ലാക്ക് എന്നറിയപ്പെടുന്ന വിളക്ക് കരിയാണ് ഷൂ പോളിഷ്, അതുപോലെ അച്ചടി മഷി, ചെരുപ്പ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റബ്ബറിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. വെള്ളി ആഭരണങ്ങളുടെ നിറം നഷ്ടപ്പെടാൻ കാരണമായ വാതകം ഹൈഡ്രജൻ സൾഫൈഡാണ്. ഹൈഡ്രജൻ സൾഫൈഡ്. തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ തീപ്പെട്ടി. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് ആണ്, ചുവന്ന ഫോസ്ഫറസ്. ബ്ലീച്ചിങ് പൗഡറിൽ പ്രധാന ഘടകം ഏതാണ്? ക്ലോറിൻ. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ പതഞ്ഞു പൊങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡാണ്, ഫോസ്ഫോറിക് ആസിഡ്. ബ്ലീച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം, ബ്ലീച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ, ഇപ്പോൾ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് നമ്മൾ പറഞ്ഞു, അതല്ലാതെ ഹൈഡ്രജൻ സംയുക്തമുണ്ട് ബ്ലീച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡാണ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. റെഫ്രിജറേറ്ററുകൾ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത്, പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. റെഫ്രിജറേറ്ററുകൾ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രിയോൺ ആണ്. പക്ഷേ ഫ്രിയോണിൻ്റെ മറ്റൊരു പേര് കൂടെ അറിഞ്ഞിരിക്കുക. അതിൻ്റെ പേര് ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ എന്നാണ്. ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥേനാണ് ഫ്രിയോൺ എന്നറിയപ്പെടുന്ന വാതകം. ഫ്രിഡ്ജിൽ നമ്മൾ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്രിയോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചിരിക്കുന്നത്, ഫ്രിയോണുകൾ, ഈ ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥേനുകൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നു, അല്ലെങ്കിൽ ഓസോൺ പാളിയിൽ സുഷിരം വീഴുന്നതിന് കാരണമാകുന്ന ഒരു രാസപദാർത്ഥം കൂടിയാണെന്ന് നമുക്കറിയാം. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ, ഓസോൺ എന്നിവയാണ്. ഇനി നമുക്ക് ചില ആൽക്കലോയിഡുകളുടെ പേരുകൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചില ബീവറേജസ് ആണ്, കാപ്പി, അതുപോലെ തന്നെ ചായയൊക്കെ. അപ്പോൾ അതുപോലെ വേപ്പ്, മഞ്ഞൾ പോലുള്ളതിനകത്തൊക്കെ ആൽക്കലോയിഡുകളുണ്ട്. ഈ ആൽക്കലോയിഡുകൾ ഏതാണെന്ന് ചോദിച്ചാൽ കാപ്പിയിൽ കഫീൻ, തേയിലയിൽ തെയിൻ, അതുപോലെ വേപ്പിൽ മർഗോസിൻ, മഞ്ഞൾ കുർക്കുമിൻ, പച്ചമുളകിൽ ക്യാപ്സിൻ, ഇഞ്ചി ജിഞ്ചറിൻ, പിന്നെ പെപ്പർ, അതുപോലെ കുരുമുളകിന് അത് പെപ്പറിനാണ്, പേര് അങ്ങനെ അങ്ങ് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. ഇഞ്ചിയിൽ ജിഞ്ചറിൻ, മഞ്ഞളിൽ കുർക്കുമിൻ എന്നൊക്കെ ഓർത്തിരിക്കാം. വേപ്പിൻ്റെ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക, മാർഗോസിനാണ്. പച്ചമുളക് ക്യാപ്സിനാണ്, ക്യാപ്സിൻ. ഇനി തീപ്പെട്ടി കൂടിൻ്റെ വശത്ത്, അതിൻ്റെ രണ്ട് വശത്തും ഉണ്ടാകുന്ന ഒരു ആൻറ്റിമണി സംയുക്തം, അതവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. തീപ്പെട്ടി കൂടിൻ്റെ രണ്ട് വശത്തുമായിട്ട് വരുന്ന ആൻറ്റിമണി സംയുക്തം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റിമണി സൾഫൈഡാണ്. ആൻറ്റിമണി സൾഫൈഡ്, അല്ലെങ്കിൽ അതിന് സ്റ്റിബ്നൈറ്റ് എന്ന് കൂടി പേരുണ്ട്. സ്റ്റിബ്നൈറ്റ് എന്ന് കൂടി പേരുണ്ട്. തീപ്പെട്ടി കൂടിൻ്റെ രണ്ട് വശത്തും മരുന്നുണ്ടാകുമല്ലോ, അതൊരു ആൻറ്റിമണി സംയുക്തമാണ്. ആൻറ്റിമണി സൾഫൈഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സ്റ്റിബ്നൈറ്റ് എന്ന് കൂടി പേരുണ്ട്, സ്റ്റിബ്നൈറ്റ്. തുണികളിൽ ചേർക്കുന്ന സ്റ്റിഫ് ആൻഡ് ഷൈൻ കണ്ടിട്ടില്ലേ, അതിലെ പ്രധാന ഘടകമാണ് ബൊറാക്സ്. സോഡിയം ബോറേറ്റ് എന്ന് പേരുള്ള ബൊറാക്സ് ആണ്, ബൊറാക്സ് എന്ന് വിളിക്കുന്ന സോഡിയം ബോറേറ്റ് ആണ് സ്റ്റിഫ് ആൻഡ് ഷൈനിലെ പ്രധാന ഘടകം, സോഡിയം ബോറേറ്റ്.
അടുത്തത് ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകങ്ങൾ, അതായത് ബയോഗ്യാസാണ്. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് മീതെയിൻ. പഞ്ചസാര ലായനിയിൽ ഈസ്റ്റ് ചേർക്കുമ്പോൾ ലഭിക്കുന്ന ആൽക്കഹോൾ എന്താണ്? വാഷാണ്. പഞ്ചസാര ലായനിയിൽ ഈസ്റ്റ് ചേർക്കും. നമ്മൾ അപ്പമൊക്കെ പുളിപ്പിക്കുന്ന സമയത്തും ഈ വാഷ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഒരു 8 to 10% ആൽക്കഹോൾ അതിനകത്തുണ്ട്. പഞ്ചസാര ലായനിയിൽ ഈസ്റ്റ് ചേർക്കുമ്പോൾ ലഭിക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് വാഷാണ്. 8 to 10% ഉണ്ട്. കടലാസ് രാസപരമായിട്ട് എന്താണ്? കടലാസ് രാസപരമായിട്ട് സെല്ലുലോസാണ് ഈ കടലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നാച്ചുറലായിട്ട് കിട്ടുന്ന കടലാസ് നമ്മൾ മരത്തിൻ്റെ പൾപ്പിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കടലാസ് രാസപരമായിട്ട് സെല്ലുലോസാണ്. ഇനി ബട്ടൺ, ചീപ്പ് മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ഗാലലിത്ത്. ഈ ഗാലലിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാല് കൂടി ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് പ്ലാസ്റ്റിക്കാണ്. ബട്ടൺ, ചീപ്പ് മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ഗാലലിത്ത്. ഓർക്കുക, ഗാലലിത്ത്. ഇനി നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, നമ്മളുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ ആണ്. അതൊരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ടെഫ്ലോൺ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് പ്ലാസ്റ്റിക്കാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ ആണ്. ഇത്രയുമായിരുന്നു ചോദ്യങ്ങൾ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സെലക്റ്റഡ് ചോദ്യങ്ങളാണ്. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ കളക്ഷനിൽ ചേർത്ത് വയ്ക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതുതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.